കംപ്ലീറ്റ് ഓയിൽ പേസ്റ്റൽസൊക്കെ വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സീനറി പെയിൻറ്റിങ് ആദ്യമായിട്ടാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ കൊച്ചു കൂട്ടുകാരാണെന്ന് തോന്നുന്നു. ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ചെയ്യുമോ ചേച്ചിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഓയിൽ പേസ്റ്റൽസിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടോ, കുറേയൊക്കെ പൊട്ടി ഷോക്കായിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന ഓയിൽ പേസ്റ്റൽസ് ആട്ടോ ഇത്. ഞാൻ എന്നും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഒരു ആകാശ നീല എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അത് ടിഷ്യൂ പേപ്പർ ഇതുപോലെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഒന്നും കൂടി നല്ലത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. നോർമൽ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വേദനയായിരിക്കും ചെയ്ത് കഴിയുമ്പോഴേക്കും. അതിനേക്കാൾ നല്ലത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ഉരച്ച് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന പേപ്പറും കൂടി നമ്മളുടെ ഈ ഒരു വർക്കിൻ്റെ ക്വാളിറ്റീനെ ആ റിസൾട്ടിനൊക്കെ ബാധിക്കും കേട്ടോ. അപ്പോൾ എടുക്കുന്ന പേപ്പർ ക്വാളിറ്റിയും കൂടി ഒന്ന് നോക്കണം. ഒരു 150 GSM അല്ലെങ്കിൽ 180ൻ്റെ 180 GSM ഒക്കെ മുകളിലുള്ള പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള പേപ്പർ ആയിരിക്കും. അപ്പോൾ പേപ്പർ കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ റഫായിട്ട് രീതിയിൽ ഉരച്ചു കൊടുത്താൽ കൂടി പേപ്പറിനൊരു മാറ്റം വരില്ല. അത് നമുക്ക് നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡാർക്ക് ബ്ലൂ ഇതുപോലെ നമ്മളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മുകളിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ ബുഷസ് ഒക്കെ പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് ഓയിൽ പേസ്റ്റൽസ് വെച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സീനറി പെയിൻറ്റിങ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ലൈനിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ വരച്ചു കൊടുക്കുന്നതൊക്കെ കറക്റ്റ് സ്ഥലത്തല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ നോർമൽ ആക്രിലിക് പെയിൻറ്റ് വെച്ച് ചെയ്യുന്ന സീനറി പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തിട്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ ഓയിൽ പേസ്റ്റൽസ് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിന് കളർ കൊടുക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടൂലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഞാൻ ഭയങ്കര ഡ്രോയിങ് പഠിച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയായിട്ടുള്ള രീതിയിൽ ഒരു വയലറ്റും ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കംപ്ലീറ്റ് ആണ് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ വേണം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് നല്ല നീറ്റായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് ഒരു തെങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട്. തെങ്ങിന് ഒരു ബ്രൗൺ വുഡൻ കളർ, ബ്രൗൺ കോഫി ബ്രൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ആ ഒരു ബുഷ് പോലെ ഒരു പൊന്തി നിൽക്കുന്ന രീതിയിൽ വെള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു വീടും ഒരു തെങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അങ്ങനെ വന്നോ ഇല്ലോ എന്നുള്ളതൊക്കെ നിങ്ങളാട്ടോ പറയേണ്ടത്. ഇനി ഇതൊരു ചെറിയൊരു വഴി പോലത്തെ ഒരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നേരത്തെ നമ്മൾ തെങ്ങിന് കൊടുത്തിട്ടുള്ള സെയിം ബ്രൗൺ വെച്ച് തന്നെയാണ് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കിൻ കളർ ഒരു ഓഫ് ആയിട്ട് പിങ്ക് കളർ എന്നൊക്കെ പറയുന്നത് ആ ഒരു കൈൻഡ് ഓഫ് കളർ വെച്ചിട്ട് നമ്മളൊന്ന് മിഡിലായിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഞാനിപ്പോൾ കോട്ടൺ വെച്ചിട്ടാട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോഫ്റ്റ് കോട്ടൺ, നമ്മളെ കുഞ്ഞു വാവക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായ അങ്ങനത്തെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോഫ്റ്റ് ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ നോർമൽ വെള്ള മുണ്ടൊക്കെ ഇല്ലേ, ഒറ്റ മുണ്ടൊക്കെ വരുന്ന ആ ഒരു കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഡബിൾ മുണ്ടിൻ്റെയൊക്കെ ഒറ്റ പീസൊക്കെ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുവാണെങ്കിൽ കൂടി നമുക്ക് മാറ്റി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഡാർക്ക് കളറിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്തത് ഒരിക്കലും ലൈറ്റ് കളർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് കളറും മിക്സ് ആയിട്ട് നമ്മളുടെ ആ ഒരു നീറ്റ്നെസ്സിനെ ബാധിക്കും. ഇനി ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ മാറ്റാനുണ്ടായ കാരണം ഞാൻ കയ്യിൽ കിട്ടുന്നത് എന്താണോ അങ്ങനെ എടുത്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ഇന്ന് എടുത്തിട്ടേ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ആ ഒരു സമയത്ത് എന്തൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്ന അങ്ങനെ ഞാൻ ചൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീനിന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിൽ യെല്ലോ ആയിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ലുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പോർഷൻ വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് അവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വയലറ്റും ബ്ലൂ ഒക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലേ, അതും കൂടി ഒന്ന് നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തെങ്ങ് നമുക്ക് ഈ ഒരു സമയത്ത് വരയ്ക്കേണ്ടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നി കേട്ടോ. എല്ലാം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ഒരു പുഴയൊക്കെ ഒഴുകുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അങ്ങനെ കൊടുത്തത് കേട്ടോ.
ഇനി തെങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഡാർക്ക് കളർ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഫിംഗർ വെച്ചിട്ടാണ് അതൊന്ന് കവർ ചെയ്തെടുത്തത്. അതിലേക്ക് ഇതുപോലെ നമ്മൾ കുറേ ഓലകളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതും ഗ്രീൻ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കൊടുത്തു എന്നേലും അതിൽ കുറച്ച് ഡാർക്ക് കളർ പോർഷനൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് പോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഷെയ്ഡൊക്കെ വരുന്ന രീതിയിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. ഇനി കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു മരം കൂടെ നമുക്ക് കൊടുക്കാം. ആ മരത്തിന് ഞാൻ ഒരു ബേസായിട്ട് ഞാൻ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിട്ടുണ്ടായത്. അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ബ്ലൂ കൈൻഡ് ഓഫ് ലുക്കാണ് കൂടുതൽ വന്നത് കേട്ടോ മരത്തിന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നു പോയത്, അല്ല എന്തുകൊണ്ടാണ് ഞാൻ ബ്ലൂ ചൂസ് ചെയ്തതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ആ ഒരു ബേസ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ അതിന് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഞാൻ എന്തിന് ആ ഒരു ബ്ലൂ കളർ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഗ്രീൻ അല്ലേ മരമൊക്കെ കാണുന്നത്, അതൊരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലും കൂടി കുറേ ബുഷസ് പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് വരച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പുഴ പോലത്തെ സംഭവങ്ങളൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട് എന്നുള്ള തോന്നൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പണിയെടുത്തത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി എടുപ്പ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ കൂടുതൽ വരുമ്പോൾ ഒരു എടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എക്സ്ട്രാ ഇങ്ങനെ ബ്ലെൻഡായി പോയിട്ടുള്ള ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ചുരണ്ടിയതിന് ശേഷം ഒന്നും കൂടി കളർ കൊടുത്തു. പിന്നെ ലൈറ്റായിട്ടുള്ള പോർഷൻ വേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി വൈറ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ഒരു കുഞ്ഞൻ വീട് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് അവിടെ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തു. ഡാർക്ക് കളർ വെച്ചിട്ട് കുറച്ച് പോർഷനൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ലൈറ്റ് കളേഴ്സ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു വഴിയായിട്ട് ഒരു മാച്ചായിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടി. ആ ഒരു വഴിക്കൊരു ലുക്കില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ കൂടി ഒരു ഇട്ട പോലത്തെ ഒരു ഫീൽ. ഇട്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിലൊരു വഴിയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അറിയില്ല, എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. എന്നും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല സക്സസ് ആയിട്ട് കിട്ടാറുണ്ടോ ചേച്ചിന്ന്. ഇതൊക്കെയാണ് അതിനുള്ള ഉദാഹരണം. എന്നും ഞാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഭയങ്കര അടിപൊളി റിസൾട്ട് ഒന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് അത് ഫ്ലോപ്പ് ആവും, ഇടയ്ക്ക് ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ലെക്കാണ്. ഇനി കിട്ടിയിട്ടില്ല എന്ന് കരുതി അത് അവിടെ വെച്ച് ഇനി ചെയ്യുന്നില്ല എന്നുള്ളൊരു മൂഡിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു വരയ്ക്കാൻ പറ്റണമെന്നില്ല. കാരണം തെറ്റിയല്ല, ഫ്ലോപ്പായിട്ടാണ് നമ്മൾ നല്ല പെർഫെക്റ്റ് ആകുന്നത്. അപ്പോൾ ഫ്ലോപ്പായ പാടും വിഷമിച്ച് ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങളെ കൊണ്ട് പിന്നെ ഒന്നും പറ്റൂല. ഫ്ലോപ്പ് ആയടുത്തു നിന്ന് അതിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഫ്ലോപ്പ് ആയതെന്ന് മനസ്സിലാക്കി ഇനി എന്തൊക്കെ തിരുത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നമ്മളതിൻ്റെ ആ ഒരു കുറവൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർക്കിൽ അതിനേക്കാൾ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാം മാറ്റം വരുത്തി നമുക്ക് തെറ്റുകളൊക്കെ കറക്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ് ചെയ്ത് പഠിക്കേണ്ടതും. ഉപദേശിക്കാൻ മാത്രം വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല എന്നറിയാൻ കൂടി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ടുള്ള മാസ്കിൻ്റെ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയൊക്കെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.